ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. അപ്പോൾ നമ്മൾക്ക് ഇന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു വെജ് ഹക്ക നൂഡിൽസ് ഉണ്ടാക്കിയാലോ? ഞാനിവിടെ നൂഡിൽസ് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നൂഡിൽസ് വേവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല അളവിൽ ഒരു 2-3 വലിയ കപ്പ് അളവിൽ നമുക്ക് വെള്ളം വെച്ച് തിളപ്പിക്കാം. വെള്ളം തിളച്ച ശേഷം 2 ടേബിൾ സ്പൂൺ അളവിൽ കുക്കിംഗ് ഓയിൽ, അതായത് സൺഫ്ലവർ ഓയിൽ, വെജിറ്റബിൾ ഓയിലോ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ വാങ്ങിയിരിക്കുന്ന നൂഡിൽസ് ഇട്ട് കൊടുത്ത് 7 മിനിറ്റ് നല്ലപോലെ തിളപ്പിക്കുക. അതിനുശേഷം സ്ട്രെയിനറിൽ ഊറ്റിയെടുക്കുക. തണുത്ത വെള്ളത്തിൽ നന്നായി ഒന്ന് കഴുകി ഊറ്റി വയ്ക്കുക. ഇവിടെ ഞാൻ വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. അതിനെ ക്യാപ്സിക്കം സ്ലൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചു. സവാള എടുത്തു, ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. സ്പ്രിംഗ് ഒനിയൻ എടുത്തിട്ടുണ്ട്. ക്യാബേജ്, ഇഞ്ചി വലിയൊരു കഷ്ണം ഇതുപോലെ കൊത്തി അരിഞ്ഞെടുക്കുക. സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് പോർഷൻ വേറെ കട്ട് ചെയ്ത് മാറ്റി. ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ സ്ലൈസായിട്ട് വളരെ തിന്നായിട്ട് കട്ട് ചെയ്യാം. ബീൻസും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ വേണ്ടത് സോയാ സോസാണ്. സോയാ സോസും നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാ വെജിറ്റബിൾസും നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നൂഡിൽസ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നൂഡിൽസ് ഉണ്ടാക്കിയെടുക്കാം. നൂഡിൽസൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന, ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന സംഭവമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വെജിറ്റബിൾസൊക്കെ നമ്മളിങ്ങനെ അടുപ്പിച്ച് വെക്കുകയാണെങ്കിൽ ഇതുണ്ടാക്കാൻ സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ അപ്പോൾ എടുത്തിട്ട് വെജിറ്റബിൾസൊക്കെ എടുത്തിട്ട് പെട്ടെന്നായിട്ട് ഉണ്ടാക്കാൻ സാധിക്കും. നമുക്ക് ഈ വോക്കിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത്തരം ഡിഷ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ എടുക്കാനേ പാടുള്ളൂ. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. നമ്മളിപ്പോൾ ഒരു പ്ലേറ്റിലേക്കുള്ള അളവിലാണ് ഉണ്ടാക്കുന്നത്, ഒരു പോർഷൻ. അപ്പോൾ നമുക്ക് അതനുസരിച്ചുള്ള ഇഞ്ചി എടുക്കാം. 1 ടീസ്പൂൺ അളവിൽ നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ച ഇഞ്ചി ഇട്ട് കൊടുത്തു എണ്ണയിലേക്ക്. സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് പോർഷൻ ഇട്ട് കൊടുത്തു, ഒരു കുറച്ച് ഭാഗം. സവാള ഒരു പിടി ഇട്ട് കൊടുത്തു. കട്ട് ചെയ്യുമ്പോൾ നമ്മളെല്ലാം ഒരുമിച്ച് തന്നെ കട്ട് ചെയ്ത് വെച്ചത് കേട്ടോ. ബീൻസ് ഇട്ട് കൊടുത്തു. ബീൻസ് ആദ്യം ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ ബീൻസിന് അത്യാവശ്യം കുറച്ച് വേവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബീൻസ് ആദ്യം ഇട്ട് വേണം നമുക്കൊന്ന് വേവിച്ചെടുക്കാൻ. വേവിച്ച് മീൻസ് ഒരുപാട് അങ്ങ് വെന്ത് ഉടഞ്ഞ് പോവരുത്. ജസ്റ്റ് അതിൻ്റെ പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു പച്ച ടേസ്റ്റ് മാറിക്കിട്ടണം. അതുപോലെ തന്നെ ക്യാരറ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. ക്യാരറ്റിനും ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് വേവ് ബാക്കിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ക്യാരറ്റും ഒന്ന് വാടി ഒരു ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടേണ്ടതുണ്ട്, പച്ച ടേസ്റ്റ് മാറിയിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കാം. ക്യാബേജും ചേർത്ത് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കാം. ഫ്ലെയിം നല്ല കൂട്ടി തന്നെ വെക്കണം കേട്ടോ. എപ്പോഴും ഇതുപോലെ ഫ്രൈഡ് റൈസ്, നൂഡിൽസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം നന്നായി തന്നെ കൂട്ടി വെച്ച് കൊടുക്കണം. എല്ലാം കൂടി ചേർത്ത് വെജിറ്റബിൾസൊക്കെ നന്നായി വാട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. 2 പിഞ്ച് അളവിൽ ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ നൂഡിൽസ് വേവിച്ച സമയത്തും കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കഴുകിയൊക്കെ എടുക്കുമ്പം അതിൽ കുറച്ച് ഉപ്പിൻ്റെ അളവൊന്ന് മാറിപ്പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ വെജിറ്റബിൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശമൊക്കെ നമ്മുടെ വെജിറ്റബിൾസ് ഒന്ന് വാടിക്കിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ലാസ്റ്റ് ചേർക്കുന്നത് എന്താ വെച്ചാൽ ക്യാപ്സിക്കത്തിന് അധികം വേവില്ല, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ക്യാപ്സിക്കം നമ്മൾ ഈ വെജിറ്റബിളൊക്കെ ഒന്ന് വാടി കഴിഞ്ഞ ശേഷം ചേർക്കുന്നത്. ക്യാപ്സിക്കം ചേർത്ത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളിവിടെ വേവിച്ച് കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന നൂഡിൽസ് ഇട്ട് കൊടുക്കാം. ഒരു പോർഷൻ, ഒരു പ്ലേറ്റ് അളവിലാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. നൂഡിൽസ് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് എല്ലാം കൂടി വെജിറ്റബിളൊക്കെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തേക്കുന്നത് കൊണ്ട് തന്നെ നൂഡിൽസ് ഒന്നൊന്ന് ഒട്ടിച്ചേരാതെ കിട്ടും നമുക്ക്. 2 ടേബിൾ സ്പൂൺ അളവിൽ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, വൈറ്റ് പെപ്പർ അല്ല കേട്ടോ, ബ്ലാക്ക് പെപ്പർ പൗഡർ തന്നെ നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്ത സോയാ സോസ് ഈ വെജിറ്റബിളിലും നൂഡിൽസിലും ഒക്കെ മിക്സ് ചെയ്ത് നല്ല ഒരു കാണാൻ തന്നെ നല്ലൊരു ടെക്സ്ചർ നമുക്ക് ഇതിൽ മനസ്സിലാവും. ഈ ഒരു ഓയിലി ടെക്സ്ചർ ആയിരിക്കും അതിന് കിട്ടുക. കണ്ടോ, വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നൂഡിൽസാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. കുറച്ച് സ്പ്രിംഗ് ഒനിയനൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് അലങ്കരിക്കാം. അതിനുശേഷം നല്ല ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒരു 2 മിനിറ്റ് നമുക്കിതുപോലെ തിരിച്ച് മറിച്ച് ഇട്ട് എടുക്കണം. കണ്ടോ, എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്.
നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന സോസ് ഉണ്ടല്ലോ, സോയാ സോസ് ഇതിൻ്റെ എല്ലാ ഭാഗത്തും നല്ല പോലെ പിടിച്ച് വരുമ്പോഴാണ് അതിൻ്റെ ആ ഒരു സ്വാദ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. നമ്മളിപ്പോൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന, ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന നൂഡിൽസിന് ഇതേ ഒരു ടെക്സ്ചർ അല്ലേ കാണാറ്, ഹക്ക നൂഡിൽസ് വെജിറ്റബിൾ. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിത് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇതിൽ നമ്മൾ അജിനോമോട്ടോ ഒന്നും ചേർക്കുന്നില്ല. അജിനോമോട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വയറിനൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് ഈസി ആയിട്ട് പ്യൂറായിട്ട് തന്നെ നമുക്ക് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാക്കാം. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ട് നമ്മൾ ഇന്നുണ്ടാക്കിയ ഹക്ക നൂഡിൽസാണ്, വെജിറ്റബിൾ ഹക്ക നൂഡിൽസാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും തരാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് സ്നേഹത്തോടു കൂടി കമൻസ് തരുന്ന എല്ലാവർക്കും തിരിച്ചും അതേ സ്നേഹത്തോടു കൂടി തന്നെ സപ്പോർട്ട് ഉണ്ടായിരിക്കും എപ്പോഴും. ഒരുപാട് സ്നേഹം, എല്ലാവരോടും നിറഞ്ഞ സ്നേഹം തന്നെ. അപ്പോൾ താങ്ക് യു വെരി മച്ച്. ഇനിയും തുടർന്ന് നമ്മുടെ ചാനലിലേക്ക് കൂടെ എല്ലാവരും ഉണ്ടായിരിക്കണം കേട്ടോ.